ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് മാംഗോ പുഡിംഗ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മളതിന് വേണ്ടി നന്നായിട്ടും പഴുത്ത 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അത് മിക്സിയുടെ ജാറിലിട്ട് അതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. ശേഷം നമ്മളത് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാനിൽ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ഇട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മെൽറ്റാകാൻ വയ്ക്കണേ. ചെറുതീരിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ചൈന ഗ്രാസ് ഉണ്ടെങ്കിൽ നമ്മളൊരു 3-4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് പാലിൻ്റെ അകത്തൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മാംഗോയുടെ സിറപ്പ് ചൂടാകുമ്പം അതിലോട്ട് ഒഴിച്ചാലും മതിയേ. നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോയുടെ സിറപ്പും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒന്ന് ചൈന ഗ്രാസുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഇട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കുക. നമ്മൾ മിൽക്ക് മെയ്ഡും പഞ്ചസാര എല്ലാം കൂടെ നമ്മുടെ മാംഗോയുടെ സിറപ്പിലോട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. തീ കുറച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് പതിയെ തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മാംഗോയുടെ സിറപ്പ് ഓഫ് ചെയ്തിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണേ. ഇനി പതിയെ തണുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ സെറ്റാകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ബൗളിലേക്ക് നമ്മുടെ മാംഗോയുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഈ പതിയെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ പഞ്ചസാര പാനിയിലിട്ട് വിളയിച്ച് നമ്മുടെ മാംഗോയുടെ ചെറിയ പീസസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെച്ച് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ യൂസ് ചെയ്യാവേ. ഫ്രീസറിൽ വയ്ക്കരുതേ. താങ്ക് യു.